ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ 50 ലക്ഷം രൂപയുടെ സഫലം 5ാം ഘട്ടത്തിന് തുടക്കമായി. 2021-22 തുടങ്ങി സഫലം പദ്ധതിയുടെ കഴിഞ്ഞ 4 വർഷങ്ങളിലായി 147 ലക്ഷം രൂപയാണ് ഭവന പുനരുദ്ധാരണത്തിനായി പഞ്ചായത്ത് ചെലവഴിച്ചത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഗുണഭോക്താക്കളുടെ സംഗമത്തിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ സഫലം 5ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവന പുനരുദ്ധാരണത്തിന് അനുവദിച്ച 50 ലക്ഷം രൂപയുടെ സഫലം പദ്ധതിയുടെ 5ാം ഘട്ടത്തിനാണ് ഓമശ്ശേരിയിൽ തുടക്കമായത്. ജനറൽ പട്ടികജാതി വിഭാഗങ്ങളിലായി ഗ്രാമസഭ വഴി തെരഞ്ഞെടുക്കപ്പെട്ട 75 പേരുടെ വീടുകളാണ് ഇപ്പോൾ പുനരുദ്ധരിക്കുന്നത്. ജനറൽ വിഭാഗത്തിൽ 50,000 രൂപയും പട്ടികജാതി വിഭാഗത്തിന് 1 ലക്ഷം രൂപയും വീതമാണ് നൽകുക. ഈ മാസം 30-നുള്ളിൽ എഗ്രിമെന്റ് നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ജനറൽ വിഭാഗത്തിന് 25,000 രൂപയും പട്ടികജാതി വിഭാഗത്തിന് 50,000 രൂപയും അഡ്വാൻസായി നൽകും. ബാക്കി തുക നിർമ്മാണം പൂർത്തീകരിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സാക്ഷ്യപത്രം ലഭിച്ചയുടനെയും കൈമാറും. 2021-2022 തുടങ്ങിയ സഫലം പദ്ധതിയിൽ കഴിഞ്ഞ 4 വർഷങ്ങളായി 147 ലക്ഷം രൂപയാണ് ഭവന പുനരുദ്ധാരണത്തിനായി പഞ്ചായത്ത് ചെലവഴിച്ചത്. ജനറൽ പട്ടികജാതി വിഭാഗങ്ങളിലുള്ള 224 ഗുണഭോക്താക്കൾ പദ്ധതി വഴി ആനുകൂല്യം നേടുകയും വീടുകൾ വാസയോഗ്യമാക്കുകയും ചെയ്തു. ഇതിൽ 154 വീടുകൾ ജനറൽ വിഭാഗത്തിൻ്റെയും 70 വീടുകൾ പട്ടികജാതി വിഭാഗത്തിൻ്റേതുമാണ്. നിലവിൽ 5ാം ഘട്ടം 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതോടെ വാസയോഗ്യമായ ഭവനങ്ങളുടെ എണ്ണം 299 ഉയരും. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഗുണഭോക്താക്കളുടെ സംഗമത്തിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ സഫലം 5ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യൂനുസ് അമ്പലക്കണ്ടി അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. ഗംഗാധരൻ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ യു.പി. അബ്ദുൽ നാസർ, എം.എം. രാധാമണി ടീച്ചർ, സൈനുദ്ദീൻ കൊളത്തക്കര, കെ.പി. രജിത, അശോകൻ പുനത്തിൽ, മൂസ നെടിയടത്ത്, കെ. ആനന്ദകൃഷ്ണൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി. ബ്രിജേഷ് കുമാർ, നിർവ്വഹണ ഉദ്യോഗസ്ഥൻ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കെ. മുഹമ്മദ് ഹാഫീസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.